വീണ്ടും ഞങ്ങൾ പറഞ്ഞല്ലോ, അതെല്ലാം ഉന്നയിച്ചത് സിസ്റ്റമിക് ഫെയിലിയർ ആണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു. നിരന്തരമായി സിസ്റ്റത്തിന് ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തത് അവരാണ്. അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകണം. അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓള്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചില്ലേ, കേരളത്തിലെ ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പരിതാപകരമായ അവസ്ഥയാണ്. ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത്? ഹാർട്ട് പേഷ്യൻസ് ആണ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് കിടക്കുന്ന ആളെ നിലത്ത് കിടത്തുകയാണ്. വിരി പോലും ഇല്ല കൊടുക്കാൻ വേണ്ടി, നിലത്ത് കിടന്നോളാൻ പറയുകയാണ്. അല്ലാത്ത അസുഖം വന്നോ മരിച്ചു പോകും അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന ആളെ പിന്നെ 6 ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല. അതാണ് മരണകാരണം. അയാളെ പരിശോധിച്ച അയാൾ നടപടി സ്വീകരിക്കണ്ടേ? എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാർ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയാലുള്ള സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോയ ആളുടെ സ്ഥിതിയാണ്. അദ്ദേഹം കൊടുത്ത സുഹൃത്തിനയച്ച സന്ദേശം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും നാടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് എന്താ പറയാനുള്ളത്? സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ സിസ്റ്റം നന്നാക്കേണ്ട ആരാ? സിസ്റ്റം ഈ കുഴപ്പത്തിലാക്കിയതാരാ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി കൊടുക്കാനുണ്ട്? ഇവർ വളരെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും കേരളത്തിനില്ല. അപ്പോൾ ഒരു പ്രയോറിറ്റി വേണ്ടേ? പാവപ്പെട്ടവൻ്റെ മരുന്ന് മേടിക്കാനുള്ള കാശ് കൊടുക്കണ്ടേ? ഇപ്പോൾ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് സപ്ലൈ ചെയ്ത കമ്പനികൾ പറയണത്. അവർക്ക് പൈസ കൊടുക്കണ്ടേ? കാരുണ്യ പദ്ധതിയുടെ പൈസ കൊടുക്കണ്ടേ? മരുന്ന് മേടിച്ചതിൻ്റെ പൈസ കൊടുക്കണ്ടേ? മെഡിക്കൽ കോളേജിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ നൂലും സൂചിയും കത്രിയും പഞ്ഞിയും വരെ മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ എന്തിനാണ് ഇങ്ങനെ? അപ്പോൾ ആരോഗ്യരംഗം തകരാറിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനൊക്കെയാണ് ഇപ്പോൾ നമ്പർ 1.